അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പതുക്കെ ഊരിപ്പോവും. ആ സാക്ഷി പറയാൻ അവിടെ ഒരു നിയമം ആണല്ലോ ഇവിടെ. ഷൈനിയുടെ സഹോദരന്മാരും സഹോദരിയും ഒക്കെ നല്ല നിലയിലാണ്. ഇവരൊക്കെ എല്ലാം 1 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരുന്നെങ്കിലും ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാമായിരുന്നു. അവൻ്റെ കാര്യം അതിന് സംഭവിച്ചു, നഷ്ടപ്പെട്ടു. അവർ വന്നു, അടുത്ത ദിവസം വണ്ടി ഫ്ലൈറ്റ് കയറി പോയി. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളും കൂടെ ബോധ്യം, ചേട്ടൻ ഈ പറയുന്ന ചേട്ടനും ഒരു ബോധ്യം വേണം. ആരും കാണത്തില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നിഴലിൽ മാത്രമേ ഉള്ളൂ. അത് കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മളെ കുറ്റപ്പെടുത്താനും നമുക്കിട്ട് പുറയുന്ന കുത്താനും ഒക്കെ ആള് കാണത്തുള്ളൂ. അതാണ് ഈ ലോകം. ആ ലോകത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്. നമ്മൾ നമ്മുടെ നിഴലിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂട്ടായിട്ടുള്ളത്. ആരും ഉണ്ടാവില്ല. സ്വന്തം സഹോദരിയും അവരുടെ 2 മക്കളും ഇത്ര ദാരുണമായി മരിച്ചിട്ട് ഈ മലയാളികൾ മൊത്തം അത് ഹൃദയത്തിൽ കൊണ്ടിട്ടും അവസാനത്തെ അവർ പോകുന്ന CCTV കാണുമ്പോൾ ഇല്ലേ, ഞാനിത് കണ്ട് ഞാൻ ചങ്കിടിച്ച് ഹൃദയം വിങ്ങി പൊട്ടുമായിരുന്നു. ഒരു വല്ലാത്ത അവരുടെ അവസാന യാത്രയല്ലേ, കുഞ്ഞിനെ വലിച്ചുകൊണ്ടാകുന്നു പോകുന്നത്. ഞാനുണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു. ഇവിടെ സംസാരിക്കുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്.